ഹായ്, അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. ഇന്ന് നമ്മൾ വിൻ പേൾ സഫാരി കാണാനാണ് കേട്ടോ പോണേ. വാവനെ എനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞ് എനിക്കൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അൻഫു ഹോട്ടലിൽ തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് വാസ് ലൈക്ക് ഓക്കെ മോശമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവനെ എനിപ്പിച്ച് റെഡിയാക്കി, റെഡിയായി, അവനുള്ള കുറുക്കുണ്ടാക്കി വണ്ടിയിൽ നിന്ന് കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ നേരെ വിൻപേൾ സഫാരിയിലെത്തി. ആക്ച്വലി ഒരു സൂ പോലത്തെ സംഭവമാണ് കേട്ടോ. അവിടെ ഓൾമോസ്റ്റ് 4000-5000 ആനിമൽസ് ഉണ്ട്, 150 സ്പീഷീസ് ഉണ്ട്. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഡാൻസ് ഒക്കെ കണ്ടു കേട്ടോ. അത് നല്ല രസമുണ്ട് അല്ലേ, വൈബ്. ആഫ്രിക്ക ഡാൻസ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ വന്ന് കാണുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുഞ്ഞിനും നല്ല ഇഷ്ടമായി തോന്നുന്നു. ഇതുപോലെ വിൻ വണ്ടേഴ്സിലും ഇങ്ങനെ ആൾക്കാർ കളിക്കും കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങളും കുറച്ചു നേരം കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഉള്ളിൽ കയറി കേട്ടോ. ഉള്ളിൽ കയറിക്കുന്ന ആദ്യം തന്നെ നമുക്കൊരു ഫ്ലെമിംഗോന്റെ ഗാർഡൻ പോലത്തെ സംഭവമാണ് കേട്ടോ കാണുന്നത്. അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. ഞാൻ ഇങ്ങാണ്ട് നിൽക്കണ നോക്കിയ ഫ്ലെമിംഗോസ് ഞങ്ങൾ ചേച്ചി സ്റ്റാച്ചു ആയിരിക്കും കുറച്ചൊന്ന്. പിന്നെ അപ്പളേക്ക് ഇത് അനങ്ങി തുടങ്ങി. ഡക്കിന്റെ സൗണ്ട് പോലെ ഉണ്ടല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലെമിംഗോസിനെ കാണുന്നത്. പിന്നെ നമ്മൾ ഇച്ചിരി മുന്നോട്ട് നടക്കുമ്പോൾ അതെ ഇവിടെ കാണുന്നത് അത് ആക്ച്വലി കിഡ്സും ആണ് എന്ന് വെച്ചാൽ ആനിമൽസിന്റെ കിഡ്സ് ഉള്ള സ്ഥലം. പിന്നെ ഇത് ട്രാം എടുക്കുന്ന സ്ഥലമാണ്. എന്താ കണ്ടോ ട്രാം. നമ്മൾ ട്രാമിൽ പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കേണ്ടി വരും. ദേ പുലിയൊക്കെ നടക്കുന്ന നോക്കിയാ വെറുതെ ഉണ്ടാക്കിയേക്കോ. ഇതാണ് ട്രാം. അപ്പൊ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നടക്കാം. ഇനിയിപ്പോ കുഞ്ഞിനെയൊക്കെ പിടിച്ച് നടക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ. ഇത് ഓൾമോസ്റ്റ് ഒരാൾക്ക് 300-400 ഉള്ളൂ. അപ്പൊ അവരെല്ലാ സ്ഥലവും ചുറ്റി കാണിക്കും. പിന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയക്ക് പോകുമ്പോൾ നമ്മൾ എന്തായാലും ബസ്സിലേ പോവുള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള ഏരിയസിൽ ഏതൊരു നടക്കാം അല്ലെങ്കിൽ ഇതുപോലെ ട്രാമിൽ പോവാം. നമുക്ക് അവരെ നിർത്തി തരൊക്കെ ചെയ്യട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ്. എന്നിട്ട് അവർ ബസ്സിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരും. ഇവിടെ നമ്മൾ ബസ്സിലേക്ക് കയറിയിട്ട് പിന്നെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയസിലൊക്കെ പോകണത് ബസ്സിലാണ്. അപ്പം നമ്മൾ ഉള്ളിൽ ബസ്സിലിരിക്കും, ആനിമൽസ് ഒക്കെ പുറത്തിങ്ങനെ നടക്കും. സോ നമ്മളാണ് ബേസിക്കലി കൂട്ടിൻ്റെ ഉള്ളിൽ ആനിമൽസ് ഫ്രീ ആണ്. Recognized for its golden coat and distinctive white spots, inhabits several countries including Vietnam, Taiwan, and Japan. Weighing between 40 and 70 kilograms, these creatures can live up to 1.7 meters when evading predators. Phía bên phải xem mình là cái bạn này Sapa đó. On the right side of Sapa here. Phải xem on the right side. The deer area with Sika deer is the Sandar deer, one of Asia's largest deer species. These majestic animals have a brown or gray coat and can weigh up to 350 kilograms. Như lúc nào mấy bạn còn con nằm xét xem mình luôn đó. Móng tay của con người hoặc có trong sừng của trâu bò hoàn toàn không có tác dụng y học thần kỳ như tin đồn. Unfortunately, rhinos are under constant due to illegal poaching for their horns. Many myths claim rhino horns possess miraculous medicinal properties, even as a cure for cancer. However, scientific research has proven that rhino horn is made of keratin, the same material found in human hair and fingernails, or in the horns of buffalo and cows. Phía bên phải xem mình là hai mẹ con tê giác đó. On the right side là baby. Rhino on the right side. The protective layer that helps remove parasites from their skin. Thời gian mang thai của tê giác từ 17 đến 18 tháng và thường sinh một con non duy nhất. Khi mới sinh, tê giác con có thể nặng từ 50 đến 60 kg. Tê giác mẹ sẽ nuôi con trong khoảng 2 đến 3 năm. Rhinoceros, linh điêu đầu bò có một അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇങ്ങനെയായിരിക്കും നമ്മൾ വണ്ടിയിലിരിക്കുന്നു, അവരൊക്കെ പുറത്ത് നടക്കണം.
അത് കഴിഞ്ഞിട്ടേ നമ്മൾ നേരെ പോയത് ഈ ജിറാഫ് റെസ്റ്റോറൻറ്റിലാണ്. അത് നമ്മുടെ ബസ് ഇറക്കി വിട്ടിട്ട് ഇത്തിരി ദൂരമേ ഉള്ളൂ. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇത് ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. നമുക്ക് ഫ്രീ ഫുഡ് വിൻ വണ്ടേഴ്സിലുണ്ട്. നമ്മൾ കോംബോ ടിക്കറ്റ്സ് എടുക്കുമ്പോൾ ടിക്കറ്റ്സിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. 4500 അങ്ങനെയൊക്കെ വരുള്ളൂ 2 ടിക്കറ്റ്സും കൂടെ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഫ്രീ ഫുഡ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് അധികം ഒന്നും കഴിച്ചില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് സ്നാക്ക് കഴിച്ചേ ഉള്ളൂ. പക്ഷെ അതല്ല മെയിൻ കാര്യം, ഇവിടെ നമ്മുടെ ജിറാഫ് ഫീഡിങ് ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരികയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ജിറാഫിനുള്ള ഫുഡ് ഇതുപോലെ ക്യാരറ്റ്സും പിന്നെ എന്തൊക്കെയോ ലീഫ് ഉണ്ട് കേട്ടോ. അത് കാശ് കൊടുത്ത് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഫീഡ് ചെയ്യാം. ജിറാഫിന് മാത്രമല്ല കേട്ടോ, ഇവിടെ പെൻഗ്വിൻ ഫീഡിങ് ഉണ്ട്, പിന്നെ അതുപോലെ ക്രൊക്കഡൈൽ ഫീഡിങ് ഉണ്ട്. അങ്ങനെ അതിനൊക്കെ സെപ്പറേറ്റ് കാശ് കൊടുക്കണം. ബട്ട് സ്റ്റിൽ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമുക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ പിക്ചേഴ്സ് ഒക്കെ എടുക്കാം, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം, ഒരു മെമ്മറി അല്ലേ. ഇതെന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിൻ വണ്ടേഴ്സിലേക്കാട്ടോ പോയത്. വിൻ വണ്ടേഴ്സ് ആക്ച്വലി ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പം നമുക്ക് കാറ് വണ്ടിയൊന്നും ഇല്ല എന്ന് വെച്ചാൽ ടാക്സി ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ അവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്ത് തരും. നമുക്ക് പിന്നെ ടൂർ ഏജൻസി ആയതുകൊണ്ട് ഡ്രൈവർ ഉണ്ടല്ലോ. പിന്നെ ഇവിടുന്ന് ഇതേ ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്തു. പിന്നെ റെസ്റ്റോറൻറ്റ് ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബഗ്ഗി എടുത്തിട്ട് തിരിച്ച് പുറത്ത് പോവാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി നടന്നു കേട്ടോ. കുറച്ചുകൂടി നടന്നപ്പോൾ ഇങ്ങനെ വെള്ളം ഒക്കെ ആക്കിയിട്ടൊരു ഏരിയ ആണ്. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി അവിടെ പിക്ചേഴ്സ് ഒക്കെ എടുക്കുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഇറങ്ങി അങ്ങോട്ട് ക്രോസ് ചെയ്ത് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്തു. പിന്നെ ആ വഴി തന്നെ എക്സിറ്റ് പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ നടക്കുന്ന വഴി വാവയ്ക്ക് നടക്കണം എന്നൊക്കെ പറഞ്ഞ് വാശിയായി. അപ്പം അവനും കുറച്ചു നേരം നടത്തി. അതെ, അവിടെ ഒരു മയിലൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും അവരൊക്കെ ഓടിപ്പോയി. പിന്നെ വാവനെ നടത്താൻ എനിക്ക് ചെറിയൊരു പേടിയെന്ന് വെച്ചാൽ കുഞ്ഞ് നടന്ന് പഠിക്കണല്ലേ ഉള്ളൂ. അപ്പം അവൻ പെട്ടെന്ന് കൈ കുത്തിയിട്ടാണല്ലോ വീണേ. കയ്യിലൊക്കെ അഴുക്കാവും, നേരെ അത് അവൻ വായിക്കൊണ്ടു. അതുകൊണ്ട് ഞങ്ങൾ അധികം നടക്കാൻ നിന്നില്ല. വീണ്ടും അടുത്ത ബഗ്ഗിൽ കയറി. ഇത് ആക്ച്വലി കുറേ ഏരിയ ഉണ്ട്. റെപ്റ്റൈൽസിൻ്റെ ഒരു ഏരിയ, പിന്നെ ആനകൾക്ക് വേറെ ഏരിയ. ഈ ആനിമൽ നിങ്ങൾക്ക് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇച്ചിരിയും കൂടി മുന്നോട്ട് നടന്നപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബേർഡ് ഫാം ഉണ്ട് കേട്ടോ. അപ്പം അവിടെ കയറി ഞങ്ങൾ. ബേർഡ്സ് അധികമൊന്നും ഇല്ല, ചെറിയ ഏരിയ ആണ്. ബട്ട് അങ്ങനെ ഫുൾ കലപില. പിന്നെ അതുപോലെ തന്നെ അവിടെ ബേർഡിനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു കയ്യിൽ വാവനെയും ഒരു കയ്യിൽ ബേർഡ്സിനും വെച്ച് പിക്ചറൊക്കെ എടുത്തു. പക്ഷെ അതിനും കാശ് കൊടുക്കണം. ഇതേ സൗണ്ട് നോക്കിയേ. ഞാനെടുത്ത പിക്ചർ കാണിച്ചു തരാം കേട്ടോ. നോക്കി, നല്ല രസമല്ലേ. പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നിലോട്ട് നടന്നപ്പോൾ നോക്കിയേ പുലി നടക്ക് നോക്കിയേ, വിട്ടാക്കിയിരിക്കാതെ. ഇത് നോക്കുമ്പോൾ നേരെ മരത്തിന്റെ മുകളിലൊക്കെ ചാടിപ്പറന്ന് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പുറത്തിറങ്ങി അവർക്ക് വരാമല്ലോ. എൻ്റെ പിന്നെ എനിക്കറിയാം, ചിലപ്പോൾ ട്രെയിനിലായിരിക്കും. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വിൻ വണ്ടേഴ്സിൽ പോയി. വിൻ വണ്ടേഴ്സിലെ കാര്യം നാളെ പറയാം കേട്ടോ. അപ്പം ശരി, ബൈ.